ഗുഡ് മോർണിംഗ്. യൂത്ത് ഫോർ മിഷൻസ് ഇന്ത്യയുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ ദൈവനാമത്തിൽ വെൽക്കം ചെയ്യുകയാണ്. നമ്മൾ അപ്പോസ്തല പ്രവർത്തികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സെഷൻ 22, 22ാമത്തെ സെഷനാണ്. ഇന്ന് അപ്പോസ്തല പ്രവർത്തികളുടെ 20ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ അത് മാത്രമേ നോക്കത്തുള്ളൂ. മുഴുവൻ അധ്യായം നോക്കത്തില്ല. ഫസ്റ്റ് പാർട്ട് 2 അടുത്ത പ്രാവശ്യം, അടുത്ത സാറ്റർഡേ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും നമ്മുടെ സ്റ്റഡിക്ക്. ഞാൻ വെള്ളിയാഴ്ച പാതിരാത്രി അല്ലെങ്കിൽ അന്ന് രാവിലെ ഏർലി മോർണിംഗ് ആയിരിക്കും ഹൈദരാബാദ് ഞാനൊരു പാസ്റ്റേഴ്സ് ലീഡേഴ്സ് കോൺഫറൻസിൽ പ്രസംഗിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ വരുന്നത്. അപ്പോൾ ഞാൻ വന്ന് എൻ്റെ അവസ്ഥയൊക്കെ കുഴപ്പമില്ല എങ്കിൽ അടുത്ത ശനിയാഴ്ച ദൈവം അനുവദിച്ചാൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷനാണ് നമുക്ക് അടുത്ത സെഷനും ഈ സെഷനും. അതായത് അപ്പോൾ ഇന്നത്തെ സെഷൻ്റെ ടോപ്പിക് സഭയെ എങ്ങനെ സ്നേഹിക്കണം, ഓട്ടം എങ്ങനെ ഓടണം. പൗലോസിൻ്റെ വീക്ഷണത്തിൽ കേട്ടോ, സഭയെ എങ്ങനെ സ്നേഹിക്കണം, ഓട്ടം എങ്ങനെ നമുക്ക് ഓടണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഇന്ന് ക്വസ്റ്റ്യൻ ആൻസറിന് അധികം സമയമില്ല. കാരണം ഇത് കഴിഞ്ഞ് ഇപ്പോൾ തന്നെ 10 മണിയാകുമ്പോൾ നമ്മുടെ ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വല്യമ്മച്ചി തുടങ്ങിയ ഒരു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു പ്രത്യേക എഡ്യൂക്കേഷൻ ഞങ്ങൾ ഫ്രീ ആയിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. എല്ലാ 6 മാസവും ഒരു ബാച്ച് ഗ്രാജുവേറ്റ് ചെയ്യും. ഇന്ന് അവരുടെ ഗ്രാജുവേഷൻ ആയതുകൊണ്ട് എനിക്ക് പോയി അവിടം വരെ അറ്റൻഡ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ സ്റ്റഡി കഴിഞ്ഞിട്ട് 1-2 ക്വസ്റ്റ്യൻസ് എടുക്കാം, അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. എന്നിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത ആഴ്ച എടുക്കാം. ഓക്കെ. അപ്പോൾ ആക്ട്സ് ചാപ്റ്റർ 20 വേഴ്സസ് 1 to 24. ഇതിനകത്തെ കുറിവാക്യം എന്ന് പറയുന്നത് 24ാമത്തെ വാക്യമാണ്. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു: എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്ക് ഉള്ളൂ. അപ്പോൾ ഇതൊരു ഭക്തൻ്റെ പ്രാർത്ഥനയാണ്. എന്താണ് പ്രാർത്ഥന? ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. പിന്നെ എനിക്കൊരു ഉദ്ദേശമുണ്ട്. എന്താണ്? ദൈവകൃപയുടെ എൻ്റെ ഓട്ടം, എല്ലാവരുടെയും ഓട്ടമല്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. എല്ലാ വിശ്വാസികളുടെയും പ്രാർത്ഥന ഇത് മാത്രമായിരിക്കണം. കർത്താവ് എനിക്ക് തന്ന ശുശ്രൂഷ, കർത്താവ് എനിക്ക് വരച്ച ഓട്ടം, ഇത് നമുക്ക് തികയ്ക്കണം. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം. എന്താണ് ഓരോരുത്തരുടെ ചെറിയുടെ ഉദ്ദേശം? എന്താണ്? ഒറ്റ ഉദ്ദേശമേ പാടുള്ളൂ. കർത്താവ് തന്ന ശുശ്രൂഷയും കർത്താവ് വരച്ച ഓട്ടവും നമ്മൾ തികയ്ക്കണം. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് അവസാനം തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ഇപ്രകാരം പറഞ്ഞത്: നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള ആ ഒരൊറ്റ വിളിക്ക് വേണ്ടി ഞാൻ യോഗ്യനാകണം. അത് മാത്രമേ ഉള്ളൂ എൻ്റെയും നിങ്ങളുടെയും ഉദ്ദേശം. അതുകൊണ്ട് ഈ പുതിയ നിയമത്തിൽ 6 പ്രാവശ്യമാണ് ക്രിസ്തീയ ജീവിതത്തെ ഒരു ഓട്ടത്തോട് ഉപമിച്ചിരിക്കുന്നത്. അതിൽ ഒരു കോണ്ടെക്സ്റ്റാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എവിടെയാണ്? പൗലോസിൻ്റെ 3ാമത്തെ മിഷണറി യാത്രയുടെ ഇടയിലാണ് നമ്മൾ. 18ാമത്തെ അധ്യായത്തിൻ്റെ 23 മുതൽ 21ൻ്റെ 16 വരെ ആ ഭാഗത്താണ്. എഫെസോസ് എല്ലാം കഴിഞ്ഞു. ഇനിയുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാപ്പ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ എഫെസസിലാണ്. ഇവിടാണ് പൗലോസിൻ്റെ കൂട്ടരോട് ഇപ്പോൾ ഉണ്ട്. അതിനുശേഷം തൻ്റെ യാത്രയിൽ അനേകർ തന്നോട് കൂടെ ചേരുന്ന ഒരു ഭാഗം നമുക്ക് കാണാം. ഒരു കർത്താവിൻ്റെ ദാസനെ സംബന്ധിച്ചോളം ഏതാണ് ടോപ്പ് ക്വാളിറ്റി? ഏത് ക്വാളിറ്റിയാണ് ഏറ്റവും ആവശ്യം എന്ന് ചോദിച്ചാൽ പല ഉത്തരങ്ങളുണ്ട്. ഒന്നും തെറ്റല്ല, പല ഉത്തരങ്ങളുണ്ട്. ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ ഒരുപാട് കൃപാവരങ്ങൾ വേണം, പ്രസംഗിക്കാനുള്ള കൃപ വേണം, ഇങ്ങനെ പല കൃപകൾ വേണം. പക്ഷെങ്കിൽ ഇതിനൊക്കെ ഉപരിയായി കർത്താവിൻ്റെ ദാസന് വേണ്ടി ഏറ്റവും വലിയ ഒരു കൃപ എന്ന് പറയുന്നത് സ്നേഹമാണ്. ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് സ്നേഹമാണ്. അത് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിലും പൗലോസ് പറയുന്നുണ്ടല്ലോ: എനിക്ക് സ്നേഹമില്ല എങ്കിൽ എനിക്കൊന്നുമില്ല. അപ്പോൾ ഞാനിനി ദൂതന്മാരുടെ ഭാഷകളിൽ സംസാരിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല. എന്തിനോടാണ് സ്നേഹം? 1, ദൈവത്തോട് സ്നേഹം വേണം, സംശയം വേണ്ട. 2, സത്യസുവിശേഷത്തോടൊരു സ്നേഹം വേണം കേട്ടോ. സത്യസുവിശേഷം, ലവ് ഫോർ ദ ട്രൂത്ത്, സത്യത്തോട് സ്നേഹം, എപ്പോഴും ഈ സത്യത്തോടൊരു സ്നേഹം വേണം. 3, ദൈവസഭയോടൊരു സ്നേഹം വേണം. ഇതാണ് 3 കാര്യങ്ങൾ. ലവ് ഫോർ ദ ചർച്ച്. ദൈവം സ്നേഹിക്കുന്ന സഭയെ സ്നേഹിക്കുന്നവനാണ് ദൈവത്തിൻ്റെ ദാസൻ. എന്ന് പറഞ്ഞാൽ എൻ്റെ സഭ മാത്രമെന്നല്ല, ദൈവം സ്നേഹിക്കുന്ന സഭയെ സ്നേഹിക്കുക ഉള്ളതാണ് ഒരു ദൈവത്തിൻ്റെ
ദാസന്റെ പ്രത്യേകത. അത് വ്യക്തമായി നമുക്ക് അപ്പോസ്തലന്റെ ജീവിതത്തിൽ കാണാം. പക്ഷെ എങ്ങനെയാണ് അപ്പോസ്തലൻ ഈ സ്നേഹം പ്രകടിപ്പിച്ചത്? നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലേക്ക് കടക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ 20-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 6 വരെ. ആക്ട്സ് ചാപ്റ്റർ 20 വേഴ്സസ് 1 to 6. കലഹം ശമിച്ച ശേഷം പൗലോസ് ശിഷ്യന്മാരെ കൂട്ടിവരുത്തി പ്രബോധിപ്പിച്ചിട്ട് യാത്ര പറഞ്ഞ് മക്കദോന്യയ്ക്ക് പുറപ്പെട്ടുപോയി. ആ പ്രദേശങ്ങളിൽ കൂടെ സഞ്ചരിച്ച് അവരെ ഏറിയൊന്ന് പ്രബോധിപ്പിച്ചിട്ട് യവനദേശത്തെത്തി. അവിടെ 3 മാസം കഴിച്ചിട്ട് സുറിയയ്ക്ക് കപ്പൽ കയറി പോകുവാൻ ഭാവിക്കുമ്പോൾ യഹൂദന്മാർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കിയാൽ മക്കദോന്യ വഴിയായി മടങ്ങിപ്പോകുവാൻ നിശ്ചയിച്ചു. ബെരോവയിലെ പുറോസിന്റെ മകൻ സൊപ്രോസും തെസ്ലോനിക്കരായ അരിസ്തർഹോസും സെക്കുന്തോസും ദർബക്കാരനായ ഗായോസും തിമത്യോസും ആസ്യക്കാരായ തുഹിക്കോസും ത്രോഫിമോസും ആസ്യവരെ അവനോട് കൂടെ പോയി. അവർ മുമ്പേ പോയി ത്രോവാസില ഞങ്ങൾക്കായി കാത്തിരുന്നു. ഞങ്ങളോ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഫിലിപ്പിയിൽ നിന്ന് കപ്പൽ കയറി 5 ദിവസം കൊണ്ട് ത്രോവാസിൽ അവരുടെ അടുക്കിലെത്തി 7 ദിവസം അവിടെ പാർത്തു. അപ്പോൾ 2 വർഷത്തോളം എഫെസോസിലെ ശുശ്രൂഷ. അത് കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എഫെസോസിൽ വലിയ കലഹം എല്ലാം ശാന്തമായി കഴിയുമ്പോൾ എങ്ങനെയാണ് പൗലോസിന്റെ സ്നേഹം സഭയെ പ്രകടിപ്പിക്കുന്നത്? 1, എക്സോട്ടേഷൻ. എന്താണ് അവിടെ പറയുന്നത്? ഇതെല്ലാം കഴിഞ്ഞ് കലഹം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ചെയ്യുന്നത്? കൂട്ടുവരുത്തിയവരെ പ്രബോധിപ്പിക്കുകയാണ്. എക്സോട്ടിങ് ദ പീപ്പിൾ. ഇത് പ്രിയമുള്ളവരെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശുശ്രൂഷയാണ് എക്സോട്ടേഷൻ. ഈ ശുശ്രൂഷ ഇന്ന് ഒരുപാട് കുറഞ്ഞു വരുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സംഘടിതമായി ദൈവജനത്തെ പ്രബോധിപ്പിക്കുക എന്നുള്ളത് ദൈവദാസന്മാരുടെ ദൈവജനത്തോടുള്ള സ്നേഹത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. കാരണം ഇന്നത്തെ രീതികളെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ആളുകളെ ഒന്ന് ഇളക്കണം എന്നുള്ളതാണ്. എങ്ങനെ നമ്മളൊരു മീറ്റിംഗ് കൂടിയാൽ എന്താണ് നമ്മുടെ ഉദ്ദേശം? മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും അങ്ങ് ഒരു ആത്മനിർവൃതിയിൽ എത്തണം. അതാണ് എല്ലാവരുടെയും ആഗ്രഹം. ഉണ്ടല്ലോ, ഒരു ഒരു എക്സ്പീരിയൻസ് ഇല്ലെന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെങ്കിൽ ദൈവദാസന്റെ പ്രത്യേകത, ദൈവസഭയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എക്സോട്ടേഷൻ. എങ്ങനെയാണ് ദൈവത്തിൻ്റെ ജനത്തെ നല്ലതുപോലെ വചനത്തിൽ നാം ഉറപ്പിക്കുന്നത്? അങ്ങനെ നമ്മൾ ഉറപ്പിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കർത്താവിനെ കുറിച്ചുള്ള അറിവ് പൂർണ്ണതയുള്ളതാകത്തില്ല. ഇംപെർഫെക്റ്റ് നോളജ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് വിൽ ലീഡ് ടു ഇംമെച്യൂർ ചിൽഡ്രൻ. ശിശുക്കളെയാണ് നാം ഉണ്ടാക്കുന്നത്. കാരണം അപ്പോൾ എന്ത് സംഭവിക്കും? എല്ലാ ഞായറാഴ്ച അവർക്കൊരു അനുഭവം വേണം. എല്ലാ ഞായറാഴ്ചയും അവർക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് വേണം. ആത്മാവിൻ്റെ ശുശ്രൂഷ ദൈവവചനത്തിലൂടെ ആളുകളെ ഉറപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഈ ദൈവജനത്തിനെ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ദൈവവചനം പഠിപ്പിച്ചില്ല എങ്കിൽ അവർ കുഞ്ഞുങ്ങളുടെ ഒരു ലെവലിലാണ്. കർത്താവ് എനിക്കിത് തരും, എനിക്കത് തരണം, എനിക്കത് വരണം. കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ലേ? എപ്പോൾ നോക്കിയാലും അവരെ സംബന്ധിച്ചോളം എന്ത് കൊണ്ടുവരും, എനിക്ക് എന്ത് തരും, ഈ ഒരു മോഡിലാണ് അവർക്ക്. ഒരിക്കലും അവരെ ഒരു മെച്യൂരിറ്റി, ഒരു പക്വതയിലേക്ക് നിറയ്ക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ദ മിനിസ്ട്രി ഓഫ് എക്സോർട്ടേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയാണ് ദൈവമക്കളെ ദൈവവചനത്തിൽ നാം ഉറപ്പിക്കുന്നത്? ദ സിസ്റ്റമാറ്റിക് ടീച്ചിങ് ഓഫ് ഗോഡ്സ് വേർഡ്. പൗലോസ് എന്തൊക്കെ എവിടെ ചെയ്താലും നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് കാണുന്നൊരു ശുശ്രൂഷയാണ് ആവർത്തിച്ച് സിസ്റ്റമാറ്റിക് ടീച്ചിങ് ഓഫ് ഗോഡ്സ് വേർഡ്. സോ എക്സോർട്ടേഷൻ. 2, ഗിവിങ്. എന്താണ് ഗിവിങ്ങിൽ നമ്മൾ കാണുന്നത്? പൗലോസ് ഇതിനൊരു ഉദ്ദേശമുണ്ട്, യെരുശലേമിലേക്ക് പോകണം. യെരുശലേമിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു മക്കദോന്യയിലും അക്കായയിലും കൂടെ കടന്നു പോകുന്നു. എന്തിനു വേണ്ടിയാണ് ഈ വേറൊരു റൂട്ടിൽ കൂടെ 2 ദിശയിൽ കിടക്കുന്ന 2 സ്ഥലത്തേക്ക് പോകുന്നത്? ഞാൻ വ്യക്തമായി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. യെരുശലേമിലെ പാവപ്പെട്ട ചില യഹൂദൻ ക്രിസ്ത്യാനികൾക്ക് അവർ തരുന്ന സപ്പോർട്ട് കൊടുക്കണം. ഈ ഗിവിങ് വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും പൗലോസ് എനിക്കുള്ളത് ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിരുന്നാൽ ഇന്നത്തെ സുവിശേഷകന്മാരുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണ്? എനിക്ക് കുറച്ച് പ്രോഗ്രാം വേണം. കാരണം എന്നാ? ആ പ്രോഗ്രാമിലൂടെ എനിക്ക് കുറച്ച് കാശ് കിട്ടണം. ഇത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇന്ന് ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട്. ഒറ്റ ഉദ്ദേശമുള്ളൂ, പ്രോഗ്രാം കിട്ടണം. എന്തിനാണ് ഈ പ്രോഗ്രാം കിട്ടുന്നത്? എനിക്ക് എൻ്റെ പോക്കറ്റിലേക്ക് 2 കാശ്. അല്ലാതെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ആവശ്യത്തിലിരിക്കുന്ന ഒരാളുടെ ആ ഒരു ഭാരം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഇനി അക്കായയിലും മക്കദോന്യയിലും പോയാൽ അവർക്ക് ഒരു മുതൽക്കൂട്ടാകും എന്ന് ചിന്തിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? സഭയെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ
എന്താണ് ഇവരുടെ ഉദ്ദേശം? എനിക്കെന്ത് കിട്ടുമെന്നുള്ളതല്ല, ഞാൻ കാരണം മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. ഇന്ന് ഞാൻ വളരെ സങ്കടത്തോടെ പറയട്ടെ പ്രിയമുള്ളവരെ, എസ്പെഷ്യലി ഐറ്റിനറൻറ്റ് പ്രീച്ചേഴ്സ്, ഈ പല സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ പോകുന്ന അനേകരുടെ ഏക ഉദ്ദേശം ഒരു വർഷം തുടങ്ങുമ്പോൾ ശുശ്രൂഷയല്ല, ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയല്ല, സഭയോടുള്ള സ്നേഹമല്ല, ഒറ്റ ഉദ്ദേശമാണ് പ്രോഗ്രാം പിടിക്കണം. കാരണം എന്നാ, ആ പ്രോഗ്രാം പിടിച്ചാലേ നമ്മുടെ പോക്കറ്റിൽ കാശ് വരും. ഈ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർക്ക് കൊടുക്കണം, ഇല്ലെന്നൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ ഇതാണ് നമ്മുടെ ശുശ്രൂഷയുടെ ഉദ്ദേശമെങ്കിൽ നാം സഭയെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിനകത്ത് യാതൊരു സംശയവും ഇല്ല. ഒരൊറ്റ രൂപ പോലും കൊടുത്തില്ലെങ്കിൽ ശുശ്രൂഷിക്കുമോ? ശുശ്രൂഷിക്കത്തില്ല. കാരണം അതുകൊണ്ടാണ് അനേകർ പല സ്ഥലങ്ങളിൽ മാത്രം, ചില സ്ഥലങ്ങളിൽ മാത്രമേ ശുശ്രൂഷിക്കാൻ പോകത്തുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില സ്ഥലങ്ങളിൽ മാത്രമേ ശുശ്രൂഷിക്കാൻ പോകത്തുള്ളൂ. കാരണം അവിടെ പോയാലും വല്ലതും കിട്ടത്തുള്ളൂ എന്ന് ഇവർക്കറിയാം. അപ്പോൾ പ്രിയമുള്ളവർ, ഇങ്ങനത്തെ ആളുകൾ ഈ പൗലോസിൻ്റെ മോഡലല്ല ഫോളോ ചെയ്യുന്നത്. ദൈവസഭയെ സ്നേഹിക്കുവാണെങ്കിൽ നാം എന്ത് കൊടുക്കും എന്നുള്ളത്. അപ്പോൾ ഈ അക്കയിലും മക്കദോനിയയിലും പോയി അവിടുന്ന് ലഭിക്കുന്ന കാശ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതിന് രണ്ട് ഉദ്ദേശമുണ്ട് പൗലോസിന്. എന്താണ്? ഒന്ന് യെരൂശലേമിൽ ഇരിക്കുന്ന ആളുകളുടെ ആവശ്യഭാരം, അത് ആവശ്യമാണ്. രണ്ട്, ഈ യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞവരും യവനന്മാരുടെ പാരമ്പര്യത്തിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞവരും തമ്മിൽ എന്നും ഒരു ചെറിയ ടെൻഷനുണ്ട്. അത് നമ്മൾ കണ്ടല്ലോ യെരൂശലേം കൗൺസിലിലൊക്കെ. ഈ ടെൻഷൻ കുറയ്ക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ യഹൂദന്മാർക്ക് വേണ്ടി ആവശ്യം, ഞാൻ പറയട്ടെ, നമ്മൾ എത്ര ദേഷ്യപ്പെട്ടിരിക്കുകയാണെങ്കിലേ, നമ്മൾ ഒരാളോട് ദേഷ്യപ്പെട്ടിരിക്കുക, പെട്ടെന്ന് നമ്മുടെ ആവശ്യത്തിൽ ആ പുള്ളി വന്ന് നമ്മളെ ഒന്ന് സഹായിച്ചെന്ന് വിചാരിച്ചു, എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളങ്ങ് തണുക്കും, ഇല്ലേ? അപ്പോൾ ഈ ഒരു ഉദ്ദേശം വെച്ചതുകൊണ്ടാണ് എന്താണ് പൗലോസ് ചെയ്യുന്നത്? യവനന്മാരുടെ കയ്യിൽ നിന്നുള്ള ചില പണം എടുത്തുകൊണ്ട് യഹൂദന്മാർക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ ഈ ഒരു ടെൻഷൻ മാറുകയാണ്. സോ രണ്ടാമത്തെ, സഭയെ സ്നേഹിക്കുന്നതിൻ്റെ രണ്ടാമത്തെ തെളിവാണ് ഗിവിങ്. 3, പേഴ്സിസ്റ്റൻസ്. എന്താണ് നമ്മളിവിടെ കാണുന്നത്? ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, എനിക്കൊരു കാര്യം അറിയാം, ഇനിയും വരാൻ പോകുന്ന കാലഘട്ടം, അല്ലെങ്കിൽ ഇനി എനിക്ക് സംഭവിക്കാൻ പോകുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. കാരണം എന്നാ, ഈ യഹൂദന്മാർ അവൻ്റെ നേരെ കൂട്ടുകെട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉള്ളപ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്തുന്നവനല്ല ദൈവത്തിൻ്റെ സഭയെ സ്നേഹിക്കുന്ന ആളാണ്. പലപ്പോഴും ചിലപ്പോൾ എന്ത് സംഭവിക്കും? എന്തെങ്കിലും കുറച്ച് ഓപ്പോസിഷൻ വന്നു, നമ്മളെ അങ്ങോട്ട് എൻകറേജ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ശുശ്രൂഷ നിർത്താൻ സാധ്യതയുണ്ട്. അതൊരിക്കലും ദൈവത്തിൻ്റെ സഭയെ സ്നേഹിക്കുന്നൊരു വ്യക്തിയല്ല. പക്ഷെ ഇവിടെ എന്നാ പറയുന്നത്? വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, അവർ മുമ്പേ പോയി ത്രോവാസിൽ ഞങ്ങൾക്കായി കാത്തിരുന്നു. ഈ ഞങ്ങൾ ആരാ? അപ്പോസ്തലരുടെ പ്രവർത്തികൾ എഴുതിയിരിക്കുന്നത് ലൂക്കോസാണ്. ഈ ലൂക്കോസ് ഫിലിപ്പിയയിൽ വെച്ച് പൗലോസ് പറഞ്ഞു, ലൂക്കോസ് നീ ഇവിടെ നിൽക്കുക, കാരണം ഇവിടെ ആവശ്യമാണ്. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇപ്പോൾ ലൂക്കോസ് പൗലോസിനോടുകൂടെ ചേർന്നു. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഞങ്ങൾ എന്നുള്ളതായി പ്രയോഗം. അപ്പോൾ ഇപ്പോൾ ലൂക്കോസും ഉണ്ട്, പൗലോസും ഉണ്ട്. പേഴ്സിസ്റ്റൻസ്, മൂന്നാമത്തെ അടയാളം. എന്നാൽ രണ്ട് പേരുകൾ ഞാൻ നിങ്ങൾക്ക് ഒരുമിച്ച് നിങ്ങളുടെ അറ്റൻഷൻ എടുക്കാൻ, നിങ്ങളിവിടെ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, നമ്മൾ ചിലപ്പോൾ ഈ പേരുകളൊക്കെ വായിച്ചങ്ങ് പോകും. അപ്പോൾ ഇവിടെ കാണുന്നത് ബെരോവയിലെ പൂർവ്വസിൻ്റെ മകൻ, തെസ്സലോനിക്കയിൽ നിന്ന് 2 പേര് ഇതിൻ്റെ കൂടെ കൂടി. അപ്പോൾ കർത്താവിൻ്റെ വചനം തെസ്സലോനിക്കയിൽ ചെന്നു. പൗലോസിൻ്റെ ശുശ്രൂഷ കാരണം കർത്താവിനെ ആളുകൾ അറിഞ്ഞു. 2 കൂട്ടർ പൗലോസിൻ്റെ കൂടെ ചേർന്നു. ഒരാളുടെ പേരാണ് അരിസ്തർഹോസ്. രണ്ടാമത്തെ ആളുടെ പേരാണ് സെക്കുന്തോസ്. അപ്പോൾ ഈ 2 പേരുകളുടെ പ്രത്യേകതകൾ ഞാൻ പറയാം. അരിസ്റ്റാർക്കസ് എന്ന് പറയുന്ന പേര്. അരിസ്റ്റാർക്കസ് എന്ന് പറയുന്ന പേരിൽ നിന്നാണ് അരിസ്റ്റോക്രാറ്റ് എന്നുള്ള പദം. അപ്പോൾ എന്താണ് ഈ അരിസ്റ്റോക്രാറ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ്? നല്ല നിലയും വിലയും മാനവും നല്ല പദവിയുമുള്ള മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ അരിസ്റ്റോക്രാറ്റ് എന്ന് പറയുന്നത്, അല്ലേ? ഹീസ് ആൻ അരിസ്റ്റോക്രാറ്റിക് മാൻ. അല്ല, അത് സമൂഹത്തിൽ വലിയ വില. അങ്ങനെ അരിസ്റ്റാർക്കസ് എന്ന് പറയുന്ന പേര് വരുന്നത്. അപ്പോൾ ഒരാളാരാ? ഈ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം, ഈ സമൂഹത്തിൽ ഭയങ്കര മാന്യനായ, സമൂഹത്തിൽ നല്ല അക്സെപ്റ്റൻസ് ഉള്ള, സമൂഹത്തിൽ മിടുക്കനായ ഒരു മനുഷ്യൻ. ഈ രണ്ടാമത്തെ ആളുടെ പേരെന്നാ? സെക്കുന്തോസ്. അരിസ്റ്റാർക്കസ് ആൻഡ് സെക്കൻഡസ്. ഈ സെക്കൻഡസ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം സെക്കൻഡ്, രണ്ടാമൻ എന്നാണ് അതിന്റെ അർത്ഥം, രണ്ടാമൻ. ഈ സെക്കൻഡസ് എന്ന് പറയുന്നത് ഒരു അടിമയ്ക്ക് കൊടുക്കുന്ന പേരാണ്. അടിമയ്ക്ക്, അതായത് അന്നത്തെ കാലത്ത് ഒരു ഭവനത്തിൽ അടിമകളുണ്ടെങ്കിൽ ഒന്നാമത്തെ അടിമയ്ക്ക് പേര് കൊടുക്കുന്നത് പ്രൈമസ്.
രണ്ടാമത്തെ അടിമയ്ക്ക് പേര് കൊടുക്കുന്നത് സെക്കൻഡസ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് രണ്ട് കൂട്ടരാണ് തെസലോനിക്ക സഭയിൽ നിന്ന് പൗലോസോട് ചേർന്ന്. ഒന്നാമത്തെ ആളാരാ? അരിസ്റ്റോക്രാറ്റ്, പുള്ളി അരിസ്റ്റാർക്കസ്, പുള്ളി വലിയ പുള്ളിയാ. രണ്ടാമത്തെ ആളാരാ? ഒരു അടിമ എന്ന് പറഞ്ഞ പ്രൈമസ്, ഒന്നാമത്തെ അടിമ പോലും അല്ല, രണ്ടാമത്തെ കാറ്റഗറി അടിമ, അടിമയുടെ അടിമ എന്ന് പറഞ്ഞാൽ ആദ്യമകാലത്തെ സഭയുടെ പ്രത്യേകത ഏതാ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് വിഷയമല്ല. ആരാധനയ്ക്ക് വരുമ്പോൾ അവർ ഒരുമിച്ചിരിക്കും. മനസ്സിലായോ? വീട്ടുജോലി ചെയ്യുന്നവരാണെങ്കിലും കളക്ടറാണെങ്കിലും വലിയ സ്ഥാനമുള്ളവനാണെങ്കിലും ഒരു സ്ഥാനമില്ലാത്തവനാണെങ്കിലും അടിമയാണെങ്കിലും അവർ ഒരുമിച്ചിരിക്കും. രണ്ടാമത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, കർത്താവിൻ്റെ വേലയിൽ കർത്താവിന് എല്ലാവരെയും കൊണ്ട് പ്രയോജനമുണ്ട് കേട്ടോ. ഞാൻ അങ്ങ് ഭയങ്കര ഹൈയാ. യു ആർ നോട്ട് ടു ഹൈ ഫോർ ഗോഡ്. ഞാൻ അങ്ങ് കർത്താവിന് വലിയ പുള്ളികളെ ആവശ്യമാണ്. എനിക്ക് അങ്ങനെ ഒന്നുമില്ല കേട്ടോ, എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, അങ്ങനെയുള്ളവരെ ആവശ്യം. ഈ ദൈവസഭയുടെ ഒരു പ്രത്യേകത പ്രിയമുള്ളവരെ, വേർപാടിനെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞവനാ ക്രിസ്തു. അതുകൊണ്ട് ഇതിനകത്ത് കാറ്റഗറീസ് ഇല്ല. ഇയാൾ അതുകൊണ്ട് ഇന്നടത്തെയാ കേട്ടോ, അതിനെന്നാ എവിടത്തെ ആരെന്നാ, ഇയാൾ അതുകൊണ്ട് ഇന്ന കൂട്ടത്തിലാ കേട്ടോ, ഇവര് ഏത് കുടുംബത്തിലാന്ന് അറിയത്തില്ലയോ. അല്ല, നല്ല കാര്യം, നിങ്ങൾ ഏത് കുടുംബത്തിലായിരിക്കോ, ക്രിസ്തുവിന്റെ കുടുംബത്തിലാണെങ്കിൽ നമ്മളെല്ലാം ഒന്നാ, ഇതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇവിടെ വ്യക്തമായി നമ്മൾ കാണുന്നൊരു കാര്യം, ഇതിനകത്ത് കാറ്റഗറി ഇല്ല. കർത്താവിൻ്റെ വേലയിൽ എല്ലാ വെറൈറ്റിയും, ഇപ്പം ഞങ്ങളുടെ ഈ മിഷൻസ് ഇന്ത്യയിൽ നിങ്ങളൊന്ന് വന്നാൽ കാണാൻ സാധിക്കും, എല്ലാ വെറൈറ്റി സാധനങ്ങളും ഉണ്ട്, എല്ലാ ഐറ്റംസ്. ഏതൊക്കെ തലത്തിലുള്ള ആളുകളെ കാണണോ അത് പ്രത്യേകിച്ച് ഇപ്പോൾ വരാമെങ്കിൽ, ഇപ്പം ഞങ്ങളുടെ നോർത്ത് ഇന്ത്യൻ മിഷൻസ് കുറച്ച് ലീഡേഴ്സും വന്നിട്ടുണ്ട്. എല്ലാ കാറ്റഗറി ആളുകളെയും കാണാം. കർത്താവിൻ്റെ വേലയിൽ മുന്നേറുന്ന വളരെ സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന അനേകരുണ്ട്. നല്ല ജോലിയും പഠിപ്പും വിദ്യാഭ്യാസവും അങ്ങേ അറ്റത്തെ സാധനം വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെയുള്ളവരും ഈ കൂട്ടത്തിലുണ്ട്. പല ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്, ഭയങ്കര കുടുംബ പാരമ്പര്യങ്ങളുണ്ട്, ഏത് കുടുംബത്തിലെയാണെന്ന് പോലും അറിയാത്തവരുമുണ്ട്. എല്ലാ കാറ്റഗറിയും ഉണ്ട്. കർത്താവിന് എല്ലാവരെയും കൊണ്ട് ഉപയോഗമുണ്ട്. ഇതിനകത്ത് വേർതിരിവ് പാടില്ല. അപ്പം ഇത് നമുക്ക് വ്യക്തമായി കാണും. പൗലോസ് തൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ കഴിഞ്ഞപ്പം നിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, നിന്റെ ആരാണ്, ഇതൊന്നും വിഷയമല്ല. ഇതൊന്നും വിഷയമല്ല. കർത്താവിന് എല്ലാവരെയും ആവശ്യം. ഗോഡ്സ് ടീം ഇൻക്ലൂഡ്സ് ഓൾ കൈൻഡ്സ് ഓഫ് പീപ്പിൾ. ദൈവത്തിൻ്റെ കുടുംബത്തിലാണ്, ദൈവത്തിൻ്റെ ടീമിലാണെങ്കിൽ ഗോഡ് വാണ്ട്സ് ഓൾ വെറൈറ്റീസ് ഓഫ് പീപ്പിൾ. ഓക്കെ, ഇനി പെട്ടെന്ന് ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അപ്പോസ്തല പ്രവർത്തികളുടെ 20-ാമത്തെ അധ്യായത്തിൻ്റെ 7 മുതൽ 17 വരെ ഇവിടാണ് നമ്മൾ ഫെലോഷിപ്പ് കാണുന്നത്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ സഭയെ സ്നേഹിക്കുന്നു എന്നുള്ള തെളിവിൻ്റെ 4-ാമത്തത് ഈ കൂട്ടായ്മയാണ്. എന്നാൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം, ഇത് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് കാര്യം, എപ്പോഴും ചില ദൈവമക്കൾ, എല്ലാവരുടെയും ഇടയിലല്ല, ശനിയാഴ്ച വേണോ നമ്മൾ കൂടേണ്ടത്, ഞായറാഴ്ച വേണോ നമ്മൾ കൂടേണ്ടത്, ഇങ്ങനെയുള്ള ചില കൺഫ്യൂഷൻസ് ഉണ്ട്. ഒന്നാമത് ഞാൻ പറയട്ടെ, ഞായറാഴ്ചയാണോ ശനിയാഴ്ചയാണോ എന്നുള്ളത് വിഷയമേ അല്ല. ദൈവജനത്തിന് എപ്പോൾ വേണമെങ്കിലും കൂടാം. വെള്ളിയാഴ്ചയാണ് അവധി ദിവസമെങ്കിൽ വെള്ളിയാഴ്ച കുടിക്കൂ, ബുധനാഴ്ചയാണ് ദിവസമെങ്കിൽ ബുധനാഴ്ച കുടിക്കൂ. ഇതിനകത്ത് യാതൊരു വിഷയമില്ല. പൗലോസ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ ആദിമസഭ എപ്പോഴാണ് കൂടിയെന്നുള്ളത് വ്യക്തമായിട്ട് ഞാനൊന്ന് പറയട്ടെ. ആദിമസഭ കൂടിയത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ, എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച. യഹൂദന്മാരെപ്പോഴാണ് കൂടിയത്? ശബ്ബത്ത് നാൾ, അത് ശനിയാഴ്ച. ഈ ശബ്ബത്ത് ഒരിക്കലും ഒരു വിശ്വാസി ആചരിക്കേണ്ടതില്ല. പിന്നെ ശബ്ബത്ത് ആചരിക്കണം, എനിക്ക് ശനിയാഴ്ചയാണ്, ചെയ്തോ, യാതൊരു പ്രയാസവും ഇല്ല. പക്ഷെങ്കിൽ ശബ്ബത്ത് നാളിലെ നമ്മൾ ആചരിച്ചാലേ ശരിയാവത്തുള്ളൂ എന്ന് പറയുന്നതിന് യാതൊരു പുതിയ നിയമവും അടിസ്ഥാനമില്ലെന്നുള്ളതിൻ്റെ തെളിവ് 10 കാര്യം ഞാൻ പെട്ടെന്ന് പറയാം. കാരണം ഈ കാര്യത്തിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വ്യക്തമായി ഇതിനകത്തു നിന്ന് നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാകണം. ഒന്ന്, ആദിമസഭ എപ്പോഴാണ് കൂടിയത്? അവർ കൂടിയത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ. 6-ാമത്തെ ദിവസമാണ് ശബ്ബത്ത്, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ഞായറാഴ്ച. 2, ഈ ശബ്ബത്ത് എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിന് കൊടുത്ത ഒരു അടയാളമാണ് മോശയുടെ നിയമത്തിൻ്റെ കീഴിൽ. ഓക്കെ, 2. 3, പുതിയ നിയമത്തിൽ ഒരു പ്രാവശ്യം പോലും കാണാൻ സാധിക്കത്തില്ല നിങ്ങൾ ശബ്ബത്ത് നാളിനെ ശുദ്ധീകരിക്കണമെന്ന്. ഒരു പ്രാവശ്യം പോലും നമ്മൾ കാണുന്നില്ല. നമ്മുടെ യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് വന്ന ശിഷ്യന്മാർ അവർ ശബ്ബത്ത് നാളിൽ സിനഗോഗിൽ പോവുകയും ചെയ്യും, ഞായറാഴ്ച അതായത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ അവർ സഭയായി കൂടുകയും ചെയ്യും. കാരണം എന്നാ? ശനിയാഴ്ച അവിടെ കൂടുമ്പോൾ അവിടെ ശുശ്രൂഷിക്കുകയും അതിനുശേഷം ഞായറാഴ്ച ഇവിടെ വന്ന് അവരുടെ കൂട്ടം കൂടുകയും ചെയ്യും. 4-ാമത്തെ കാരണം, ഈ മോശയുടെ കാലഘട്ടത്തിൽ, മോശയുടെ ആ ഒരു സമയത്ത്, അന്ന് ജാതികളുടെ ഇടയിൽ നിന്നുള്ളവർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു.
അവരോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങളും ശബത്ത് നാൾ ആചരിക്കണം, അതുകൊണ്ട് നിങ്ങൾ ബിസിനസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ബിസിനസ് ചെയ്യത്തില്ല, നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല. 4. 5, മോശയ്ക്ക് ന്യായപ്രമാണം ലഭിക്കുന്നതിന് മുമ്പ് ശബ്ബത്ത് നാൾ ആചരിച്ചതായി എങ്ങും കാണാൻ സാധിക്കത്തില്ല. 5. 6, യെരുശലേം കൗൺസിലില് യവന സമുദായത്തിൽ നിന്ന് ക്രിസ്തുവിനെ അറിഞ്ഞു വന്നവരോട് നിങ്ങൾ ഇനിയും തൊട്ട് ശബ്ബത്ത് നാൾ ആചരിക്കണമെന്ന് പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ യെരുശലേം കൗൺസിലിൽ അറിയാമല്ലോ, ഒരുപാട് ഡിസ്കഷൻസ് നടന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാമത്തെ അധ്യായം എന്തായിരുന്നു വിഷയം എന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അവിടെ ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇന്ന ചെയ്യണം, വേറെ പല കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന വിശ്വാസികളോട് നിങ്ങൾ ഇത് ചെയ്യരുത് അത് ചെയ്യരുത് പല കാര്യങ്ങൾ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ശബ്ബത്ത് നാളിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. 8, കൊലോസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തു എന്ന നിഴൽ ആണ് ശബ്ബത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യേശു ക്രിസ്തു ആണ് മന്ന, അതായത് ഹീസ് ദ ബ്രെഡ് ഓഫ് ലൈഫ്, ജീവന്റെ അപ്പം. പഴയ നിയമത്തിലെ നിഴൽ യേശു ക്രിസ്തു വന്നതിന് ശേഷം പുതിയ നിയമത്തിൽ പൊരുൾ വെളിപ്പെട്ടത് കൊണ്ട് നമുക്ക് നിഴലിന്റെ ആവശ്യം ഇല്ല. ക്ലിയർ ആണല്ലോ. ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 10ഉം 11ഉം പൗലോസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. നിങ്ങൾ ഈ ചില ദിവസങ്ങൾ എന്നാ സ്പെഷ്യലായിട്ട് കാണുന്നത്, ഇന്ന ദിവസം, പിന്നെ പറയുന്നുണ്ട് ചിലർക്ക് ഇന്ന സ്പെഷ്യൽ ഡേ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യണം, നിങ്ങൾ ചെയ്തോ, ഒരു പ്രയാസവും ഇല്ല. പക്ഷെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് സ്പെഷ്യൽ ഡേയ്സിനകത്ത് എന്തെങ്കിലും പ്രത്യേകതയുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കരുത് എന്ന് അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി പറയുന്നു. റോമാലേഖനം 14-15 എന്താണ് വളരെ വ്യക്തമായ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ശബ്ബത്ത് നാൾ ആചരിക്കുന്നത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. എനിക്ക് ഞായറാഴ്ച കൂടണം, കാരണം എന്നാ, ഇപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാം ഞായറാഴ്ചയാണ് കൂടുന്നത്, ഞായറാഴ്ച അവധിയാണ്, ഞായറാഴ്ചയാണ് സഭ കൂടുന്നത്, കൂടിക്കോ. പക്ഷേ ഇറ്റ്സ് എ മാറ്റർ ഓഫ് പേഴ്സണൽ പ്രിഫറൻസ്. കൂടണം, ഒരിക്കലും കൂട്ടായ്മ ആചരിക്കാതിരിക്കരുത്, കൂടണം. പക്ഷെ ഇന്ന ദിവസം തന്നെ കൂടാവൂ എന്നുള്ളത് നമ്മൾ പറയാനുള്ളൂ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ ഏർലി ചേർച്ച് ഫാദേഴ്സിൻ്റെ റൈറ്റിങ്സ്, ഐറീനിയസ് ആകട്ടെ, ഇഗ്നേഷ്യസ് ആകട്ടെ, അവരുടെ എല്ലാ റൈറ്റിങ്സ് എല്ലാവരും ആദിമ സഭ തൊട്ട് കൂടിയത് എപ്പോഴാ? ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ എന്ന് പറയുന്നത് ഞായറാഴ്ചയായിരുന്നു. ഓക്കെ, ഇത്രയും കാര്യം വ്യക്തമായി പറയുന്നതിൻ്റെ കാര്യം, ചിലരുണ്ട് അയ്യോ ശബ്ബത്ത് എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ് നമ്മൾ ആചരിക്കേണ്ടത്, അങ്ങനത്തെ യാതൊരു കാഴ്ചപ്പാടും പുതിയ നിയമവിശ്വാസിക്ക് ഇല്ല. അപ്പോൾ ഇതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ഞാനൊന്ന് ചെയ്തെന്നേ ഉള്ളൂ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഭാഗം റെഫർ ചെയ്യാം എന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ പിന്നെ ആവർത്തിച്ച് പറയേണ്ടി വരും, അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് കാണാം എങ്ങനെയാണ് 4-ാമത്തെ വിധത്തിൽ പൗലോസ് സഭയോടുള്ള സ്നേഹത്തെ കാണിക്കുന്നത്. ഫെലോഷിപ്പ്, കൂട്ടായ്മ. എങ്ങനെയാണ് കൂട്ടായ്മ നോക്കിയേ. 20-ാമത്തെ അധ്യായത്തിന്റെ 7 മുതൽ 17 ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ച് പാതിരാ വരെയും പ്രസംഗം നീട്ടി. കണ്ട, പാതിരാ വരെ പ്രസംഗിച്ച പാർട്ടിയാണ് അപ്പോസ്തലനായ പൗലോസ്. പാതിരാ വരെ. ഞങ്ങൾ കൂടിയിരുന്ന മാളികയിൽ വളരെ വിളക്ക് ഉണ്ടായിരുന്നു. അവിടെ യൂത്തിക്കോസ് എന്ന യൗവനക്കാരൻ കിളിവാതിൽക്കൽ ഇരുന്ന് ഗാഢനിദ്ര പിടിച്ചു. പൗലോസ് വളരെ നേരം സംഭാഷിക്കയാൽ നിദ്രവശനായി 3-ാം തട്ടിൽ നിന്ന് താഴെ വീണു. അവനെ മരിച്ചവനായി എടുത്ത് കൊണ്ടുവന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്, ആരെങ്കിലും നിങ്ങൾക്ക് ഉറങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറങ്ങിക്കോ, എവിടെ ഇരുന്ന് ഉറങ്ങുന്നതെന്നുള്ളതൊന്ന് സൂക്ഷിച്ചാൽ മതി. ഉറങ്ങുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല. പൗലോസിന്റെ പ്രസംഗത്തിന് മുമ്പ് ഉറങ്ങിയാൽ പിന്നെ എൻ്റെ പ്രസംഗത്തിന് മുമ്പ് ഉറങ്ങുന്നതിന് എനിക്ക് യാതൊരു പ്രയാസമില്ല, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് കൂടെ പറയുന്നത് എവിടെ ഉറങ്ങുന്നതെന്നുള്ളതൊന്ന് സൂക്ഷിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, താഴെ വീഴരുത്. അവൻ്റെ പ്രാണൻ, അപ്പോൾ പൗലോസ് ഇറങ്ങിച്ചെന്ന് അവൻ്റെ മേൽ വീണ്, കേട്ടോ, അവൻ മരിച്ചവനായി അവനെ എടുത്തുകൊണ്ട് വന്നു. പൗലോസ് ഇറങ്ങിച്ചെന്ന് അവൻ്റെ മേൽ വീണ് തഴുകി ഭ്രമിക്കണ്ട, അവൻ്റെ പ്രാണൻ അവനിലുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവൻ കയറി ചെന്ന ശേഷം അപ്പം നുറുക്കി പുലരുവോളം സംഭാഷിച്ച് പുറപ്പെട്ടു പോയി. അവർ ആ ബാലനെ ജീവനുള്ളവനായി കൊണ്ടുവന്ന് അത്യന്തം ആശ്വസിച്ചു. ഞങ്ങൾ മുംബൈ കപ്പൽ കയറി പൗലോസിനെ അസ്സോസിൽ വെച്ച് കയറ്റിക്കൊള്ളുവാൻ വിചാരിച്ച് അവിടേക്ക് ഓടി. അവൻ കാൽനടയായി വരുവാൻ വിചാരിച്ചു, ഇങ്ങനെ ചട്ടം കെട്ടിയിരുന്നു. അവൻ അസ്സോസിൽ ഞങ്ങളോട് ചേർന്നപ്പോൾ അവനെ കയറ്റി മിതുലേനിൽ എത്തി. അവിടെ നിന്ന് നീക്കി പിറ്റേന്നാൾ ഖിയോസ് ദ്വീപിൻ്റെ തൂക്കിലെത്തി. മറുനാൾ സമോസ് ദ്വീപിൽ അണഞ്ഞു. പിറ്റേന്ന് മിലത്തോസിലെത്തി. കഴിയുമെങ്കിൽ പെന്തക്കോസ്ത് നാളേക്ക് യെരുശലേമിൽ എത്തേണ്ടതിന് പൗലോസ് ബന്ധപ്പെടുകയാൽ ആസയിൽ കാലതാമസം വരരുത് എന്ന് വെച്ച് എഫസോസിൽ അടുക്കാതെ
ഓടണമെന്ന് നിശ്ചയിച്ചിരുന്നു. മിലത്തോസിൽ നിന്ന് അവൻ എഫസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പൗലോസ് സഭയോട് കാണിച്ച സ്നേഹം പ്രകടമാകുന്ന നാലാമത്തെ വിധം എന്ന് പറയുന്ന കൂട്ടായ്മയാണ്. പൗലോസ് എന്നും ആളുകളുടെ കൂട്ടായ്മ എൻജോയ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒന്നാമത്തെ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളിൽ അവർ കൂടി വരുന്നു. കൂടി വരുമ്പോൾ അവർ അപ്പം നുറുക്കുന്നു. അപ്പോൾ എന്താണ് മോഡൽ? മോഡൽ ഇത്രയേ ഉള്ളൂ. എല്ലാവരും കൂടി വരണം, അപ്പം നുറക്കണം. പിന്നെന്താ സംഭവിക്കുന്നത്? പിന്നെ പൗലോസ് ഉപദേശിക്കുകയാണ്. അപ്പോൾ ആദിമ സഭയുടെ മോഡൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. എന്താണ്? കൂടി വരണം, അപ്പം നുറുക്കണം, പിന്നെ സമയം മുഴുവൻ എന്തിനാ ചെലവഴിക്കുന്നത്? പിന്നെ പ്രസംഗിക്കുക. ഈ പ്രസംഗിച്ച് യൂത്തിക്കോസ് താഴെ വീണു. രാത്രി വരെ പ്രസംഗിച്ചു. എന്നിട്ട് എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത്, പൗലോസ് താഴെ പോയി അവനെ ഉയർപ്പിച്ച് പിന്നെയും തിരിച്ചു വരിക. എന്തിനാ? പിന്നെയും പ്രസംഗിക്കുക. ഇതെന്തൊരു മനുഷ്യനാ? കാരണം പൗലോസിന് ഒരു കാര്യം അറിയാം, ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ, എത്രയും ഇവരെ പഠിപ്പിക്കാമോ അത്രയും പഠിക്കും. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ ഇതാ ഞങ്ങളുടെ എക്സ്പീരിയൻസ് കേട്ടോ. നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ കാരണം അവർ പറയും 3 ദിവസമല്ലേ ഉള്ളൂ. അവർ പോകത്തില്ല. നമ്മൾ ക്ഷീണിച്ച് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വർഷം 5 സെഷൻ ഒറ്റയടിക്കെടുത്തു. ഒരു കുഴപ്പമില്ല. രാത്രി അവർ നല്ല മിടുക്കരായിട്ടിരിക്കുകയാണ്. കാരണം എന്നാ? അവർക്കറിയാം 3 ദിവസം കിട്ടും, 4 ദിവസം എത്രയും പഠിക്കാമോ അത്രയും പഠിക്കും. ഇവിടെയൊക്കെ നമ്മൾ ചിലപ്പോൾ പ്രസംഗിച്ച് തുടങ്ങുമ്പോഴേ ആ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് വാച്ചലാണ് നോക്കുന്നത്. ഏതാ എന്ന് പറഞ്ഞാൽ ഈ പുള്ളി എന്നാ ഇടം തുടങ്ങട്ടെ, തുടങ്ങി കഴിഞ്ഞിട്ട് വാച്ച നോക്കുന്നത് നമുക്ക് അർത്ഥം മനസ്സിലായി. ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അങ്ങ് വാച്ച നോക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ന സമയമാകുമ്പോൾ ഈ പുള്ളിയെ നമ്മുടെ കണ്ണുരുട്ടി നമ്മൾ നിർത്തും എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെങ്കിൽ അങ്ങനല്ല. പൗലോസിന്റെ മാതൃക എന്ന് പറഞ്ഞാൽ അങ്ങ് മോർണിംഗ് വരെ അങ്ങ് പഠിപ്പിക്കുക, രാവും പകലും വചനം പഠിപ്പിക്കുക. അപ്പോൾ പ്രിയമുള്ളവരെ, സിമ്പിൾ മോഡൽ ഞാൻ പറയാം. നമ്മൾ ഈ പുതിയ നിയമത്തിലെ സഭ കൂടി വരുമ്പോൾ എന്താണ് ചെയ്തതെന്നുള്ളത് കാണുമ്പോൾ വളരെ സിമ്പിളാണ്. ഒന്ന്, അവർ കൂടി വന്നു എന്നുള്ളത് അവർ മുടക്കത്തില്ലായിരുന്നു. 2, സഭാരാധന സഭായോഗം മുടക്കത്തില്ല. 2, അവര് അപ്പം നുറുക്കുന്നതിന്റെ കാരണം തന്നെ 2 കാര്യങ്ങളാണ്. ഒന്ന്, യേശു നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഓർമ്മയ്ക്കായി തിരുവത്താഴ ശുശ്രൂഷ. അതിൻ്റെ കൂട്ടത്തിൽ അത് ഭയങ്കര ഒരു മീലായിരുന്നു. ഇറ്റ് വാസ് എ ലോർഡ് സപ്പർ എന്ന്. അല്ലാതെ 2 ഇത്രയുള്ള കഷ്ണമല്ല, നല്ല കാര്യമായിട്ട് അവർ കഴിക്കുന്ന രണ്ടാമത്തെ ഉദ്ദേശം എന്തിനാണെന്നറിയോ? ഫെലോഷിപ്പ്, വേർപാടിനെ നടിച്ചു. അതുകൊണ്ടാണ് നമ്മൾ മുമ്പ് പറഞ്ഞത് അരിസ്റ്റാർക്കസും സെക്കൻഡസും ഒരുമിച്ചിരുന്നാണ് അപ്പം കഴിക്കുന്നത്. ഒരേ അപ്പത്തിൽ നിന്നും ഒരേ പാനപാത്രത്തിൽ നിന്നും കഴിക്കുന്നത്. നമ്മൾ യേശു ക്രിസ്തുവിന്റെ ശരീരമാണെന്നുള്ളത്. അപ്പൊ യൂണിറ്റി. പിന്നെന്താണ്? പിന്നെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ ശുശ്രൂഷ. ഇന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, നേരെ ഓപ്പോസിറ്റ് ആണോ നമ്മുടെ പ്രയോറിറ്റി എന്ന്. ദൈവവചനത്തിന്റെ ശുശ്രൂഷ എത്രയും കൊച്ചാക്കാമോ അത്രയും ചെറുതാക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇമ്മച്വർ ചിൽഡ്രൻ ആയിട്ട് ആളുകൾ. അപ്പൊ ഇങ്ങനെയാണ് പൗലോസ് സഭയോട് സ്നേഹം കാണിച്ചത്. എങ്ങനെയാണ്? അപ്പം നുറുക്കി, കൂട്ടായ്മ ആചരിച്ചു, രാവോളം അവരെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഓട്ടം ഓടുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകണം. ഓട്ടം ഓടുന്നത് എങ്ങനെയാണ് നമ്മുടെ ഓട്ടം ഓടേണ്ടത്? അതിന് നല്ല എക്സാമ്പിളാണ് പൗലോസ്. വേഴ്സ് 18, 18ാമത്തെ വാക്യം. അവർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, ഞാൻ ആസ്യയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ എങ്ങനെയിരുന്നു എന്ന് വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നും എന്നും പ്രയോജനമുള്ളത് എന്ന് മറച്ചു വെക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്ന് ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സ്വീകരിച്ചു എന്ന് നിങ്ങൾ അറിയുന്നില്ല. അപ്പൊ ഇവിടെ പൗലോസ് പറയാണ്, ഞാൻ ആസ്യയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ എങ്ങനെ ഇരുന്നു എന്ന് വളരെ താഴ്മയോടും കണ്ണീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടിൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോട് കൂടെ കർത്താവിനെ സേവിച്ചു. ഞാൻ എങ്ങനെയുള്ളവനായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ എൻ്റെ പ്രസംഗം മാത്രമല്ല, ഞാൻ നിങ്ങളോടുകൂടെ വർഷങ്ങളും മാസങ്ങളും ജീവിച്ചതുകൊണ്ട് ഞാൻ എങ്ങനെ ഉള്ളവനാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. എന്നിട്ട് പറയാണ്, ഞാൻ എങ്ങനെയാണ് എൻ്റെ ഓട്ടം ഓടിയത്. ഒന്ന് പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് പ്രയോറിറ്റി, ഞാൻ കർത്താവിനെ സേവിച്ചു എന്നാണ് പറയുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ കർത്താവിനെ സേവിച്ചു. ഐ എം എ ബോൺ സെർവൻറ്റ് ഓഫ് ക്രൈസ്റ്റ്. അത് റോമാലേഖനമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഡൂലോസ്, എ ബോൺ സെർവൻറ്റ്. ഞാൻ എങ്ങനെയാണ് ചെയ്തത്? ഞാൻ വളരെ താഴ്മയോടെ ഇത്
ചെയ്തു. അപ്പോൾ ഒന്നാമത്തെ ലക്ഷണം, നമ്മുടെ ഓട്ടം ഓടുമ്പോൾ നമ്മൾ കർത്താവിനെയാണ് സേവിക്കുന്നത്. എങ്ങനെയാണ് സേവിക്കുന്നത്? താഴ്മയോടാണ് സേവിക്കുന്നത്. ഒരു ബോൺ സെർവൻ്റ് ആകണമെങ്കിൽ നമുക്ക് താഴ്മയില്ലാതെ സാധിക്കത്തില്ല. എൻ്റെ ഇഷ്ടമാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ എനിക്ക് താഴ്മയോടെ ദൈവത്തെ സേവിക്കാൻ സാധിക്കത്തില്ല. റിക്വയർസ് ഹ്യൂമിലിറ്റി. പ്രൈഡ് ഇസ് ദ മദർ ഓഫ് ഓൾ സിൻസ്. എല്ലാ പാപങ്ങളുടെയും അതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് അഹങ്കാരം. സംശയം വേണോ? ആദ്യത്തെ പാപം ആദാം ചെയ്ത പാപമല്ല, പിന്നെയോ സ്വർഗത്തിൽ ലൂസിഫറാണ് പാപം ചെയ്തത്. എന്താണ് ചിന്തിച്ചത്? ദൈവത്തെക്കാട്ടിൽ ഞാൻ വലിയവൻ ആകണം. ഇന്നും പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ഏറ്റവും വലിയ പാപത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് അഹങ്കാരം. കർത്താവ്, നമ്മൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാത്തത്? നമ്മൾ പ്രാർത്ഥിക്കാത്തത് സമയമില്ലാത്തതുകൊണ്ടല്ല. നമ്മൾ പ്രാർത്ഥിക്കാത്തത് നമ്മുടെ ജീവിതത്തിൻ്റെ അഹങ്കാരം കൊണ്ടാണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ കർത്താവ് ഇല്ലാതെയും ചെയ്തെടുക്കാമെന്നുള്ള ഒരു അൺകോൺഷ്യസ് തോട്ട് കാരണമാണ് നമ്മൾ പ്രാർത്ഥിക്കാത്തത്. സംശയം എന്നാ? എന്ന് പറഞ്ഞതുപോലാണ് ആളുകൾ തിരുത്തുമ്പോൾ തിരുത്തപ്പെടാതിരിക്കാനുള്ളൊരു മനോഭാവം. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ എൻ്റെ കുറ്റങ്ങളെക്കാട്ടിൽ ആദ്യം ഞാൻ കാണുന്നു. എന്തുകൊണ്ടാണ്? എൻ്റെ ഉള്ളിൽ അഹങ്കാരം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അഹങ്കാരം. അപ്പോൾ ഇവിടെ പറയുന്നത്, ഞാൻ എൻ്റെ ഓട്ടം ഓടാൻ തീരുമാനിച്ചപ്പോൾ ഒന്നാമത് ഞാൻ ദൈവത്തോടാണ് ശുശ്രൂഷ ചെയ്യുന്നത്. 2, ഞാൻ വളരെ താഴ്മയോടാണ് ഞാൻ ഈ ഓട്ടം ഓടുന്നത്. ഈ താഴ്മയുടെ രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സ്. ഏത് ടൈപ്പിലെ കഷ്ടപ്പാടാണ്? ഇന്റേണൽ, അതായത് എൻ്റെ ഉള്ളിൽ നിന്നുള്ള സ്ട്രഗിൾസ്. മറ്റേതെന്താ? എക്സ്റ്റേണൽ. കള്ള സഹോദരങ്ങളും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളും അതുപോലെ തന്നെ റോമാക്കാരുടെ പീഡനവും, ഇതെല്ലാം പുറത്തു നിന്നുള്ളത്. ഇതിൻ്റെയൊക്കെ കാരണം, എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ കാരണം, എൻ്റെ ഉള്ളിലൊരു താഴ്മയുണ്ട്. ഞാൻ യേശു കർത്താവിൻ്റെ ദാസനാണ്, ഞാൻ അടിമയാണ് എന്നുള്ള ബോധ്യം. അപ്പോൾ ഒന്നാമത് ഓട്ടം ഓടണമെങ്കിൽ നമ്മൾ ദൈവത്തോടുള്ള ശുശ്രൂഷയാണ്, മനുഷ്യരോടുള്ള ശുശ്രൂഷയല്ല. മനുഷ്യനെ ബോധിപ്പിക്കുക എന്നുള്ളതല്ല, ദൈവസന്നിധിയിലുള്ള ശുശ്രൂഷ. രണ്ട് നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് പഠിപ്പിച്ചത്? ഞാൻ പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീട് തോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്യേണ്ടത് ചെയ്തു. അപ്പോൾ രണ്ടാമത് എങ്ങനെയാണ് ഓട്ടം ഓടിയത്? സോ ഫസ്റ്റ് ഇസ് ടുവേർഡ്സ് ഗോഡ്, സെക്കൻഡ് ഇസ് ടുവേർഡ്സ് ദ ചർച്ച്. ചർച്ച് എന്താണ്? ഞാൻ വീട് തോറും പരസ്യമായി നിങ്ങൾക്ക് പ്രയോജനമുള്ളതൊന്നും ഞാൻ മറച്ചു വെച്ചില്ല. നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതൊന്നും ഞാൻ മറച്ചു വെച്ചില്ലെന്നല്ല പറഞ്ഞത്. പിന്നെന്താ? നിങ്ങൾക്ക് പ്രയോജനമുള്ളതൊന്നും മറച്ചു വെച്ചില്ല. ദ ഫുൾ കൗൺസിൽ ഓഫ് ഗോഡ്. ദ ഫുൾ കൗൺസിൽ ഓഫ് ഗോഡ്. ഇന്ന് പലരും പ്രസംഗിക്കുമ്പോൾ ആളുകൾക്ക് കേൾക്കാൻ പ്രയാസമുള്ള വിഷയങ്ങൾ മിണ്ടത്തില്ല. കാരണം ഇതിനി അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, പിന്നെ അവരിനിയും വിളിച്ചില്ലെങ്കിലോ. പൗലോസിനെ സംബന്ധിച്ചോളം മനുഷ്യരല്ല വിഷയം. ദൈവത്തോടുള്ള തൻ്റെ ഉടമ്പടി കാരണം, സഭയോടുള്ള സ്നേഹം കാരണം സത്യം വ്യക്തമായി പറയും. ഒരു യഥാർത്ഥ ദൈവഭക്തൻ ദൈവവചനം മായമില്ലാതെ പറയണം. ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലോ എന്നുള്ളതല്ല വിഷയം, ആളുകൾ അതിൽ സന്തോഷിക്കുന്നുണ്ടോ എന്നുള്ളതല്ല വിഷയം, ആളുകൾക്ക് പ്രയോജനമുണ്ടോ എന്നുള്ളതാണ് വിഷയം. ഈസ് ഇറ്റ് യൂസ്ഫുൾ? ഐ ഡിഡ് നോട്ട് ഹൈഡ് ഫ്രം യു എനിത്തിങ് ദാറ്റ് ഇസ് പ്രോഫിറ്റബിൾ എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. പ്രയോജനമുള്ളത്. എന്നാൽ ഇന്ന് പ്രയോജനമുള്ള മരുന്നുകളൊന്നും കൊടുക്കത്തില്ല. പ്രയോജനമില്ലാത്ത ചോക്ലേറ്റ് മുഴുവൻ പുൾപിറ്റിൽ നിന്ന് വിളമ്പി കൊടുക്കും. കാരണം എന്നാ? ഇത് കേൾക്കുമ്പോഴാണ് ആളുകൾക്ക് സന്തോഷം. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ചോക്ലേറ്റ് അല്ലേ കൊടുക്കുന്നത്. എന്നാൽ ചോക്ലേറ്റ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്നാ സംഭവിക്കുന്ന അറിയാം? പല്ല് പുഴുക്കും. പല്ല് പുഴുത്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ദഹനക്കേടുണ്ടാവും. അപ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? ഈ പാലിങ്ങനെ കിട്ടി അവസാനം കട്ടിയായിട്ടുള്ള സാധനം അകത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് പിന്നെ വയറ്റിളക്കവാ. ഇന്നത്തെ ആളുകളുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. കാര്യമായ ഒരു ബൈബിൾ സ്റ്റഡി കേൾക്കാൻ പോലും അവർക്ക് പറ്റത്തില്ല. അവർക്ക് അതിനുള്ള ഒരു കഴിവ് പോലും ഇല്ല. കാരണം എന്നാ? ഈ ചോക്ലേറ്റ് കൊടുത്ത് ഇവർക്കിതൊന്നും ഗ്രഹിക്കാനോ മനസ്സിലാക്കാനുള്ള കഴിവ് പോലും നഷ്ടപ്പെട്ടു പോയ ഒരു കൂട്ടം ജനം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഓട്ടം തുടങ്ങുമ്പോൾ പറയും, എനിക്ക് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ്, അതുകൊണ്ട് മനുഷ്യരുടെ ഭയം എന്ന് പറയുന്നൊരു കെണിയാണ്, ഞാൻ അതിനകത്തൊന്നും വീഴത്തില്ല. പിന്നെന്താണ് ഞാൻ ചെയ്യുന്നത്? ഞാൻ നിങ്ങൾക്ക് പ്രയോജനമായിട്ടുള്ളതൊന്നും ഞാൻ മറച്ചു വെക്കത്തില്ല, സകലതും ഞാൻ. ഈ പോൾ സീൽ ഫോർ ദ പ്യൂരിറ്റി ഓഫ് ദ ഗോസ്പൽ. ഒരു ദൈവദാസന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ആളുകളല്ല വിഷയം. ദൈവദാസന്റെ പ്രത്യേകത സുവിശേഷം കളങ്കമില്ലാതെ ആളുകളുടെ കയ്യിൽ എത്തണം. സുവിശേഷത്തിൽ കളങ്കം വന്നു കഴിഞ്ഞാൽ ഒരു ദൈവദാസന് ഉറക്കം വരത്തില്ല. അതൊരു ദൈവദാസന്റെ പ്രത്യേകതയാണ്. ആളുകൾ എന്നെ എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ളതൊന്നും അല്ല വിഷയം. പിന്നെന്താണ് വിഷയം? സുവിശേഷത്തിൽ മായം കലരുന്നുണ്ടോ എന്നുള്ളതാണ്.
ആരെങ്കിലും സുവിശേഷത്തിൽ മായം കലർത്തി കഴിഞ്ഞാൽ ദൈവദാസന്റെ ഉള്ളിൽ ഭയങ്കര തീക്ഷ്ണതയാണ്. അത് ദൈവദാസൻ മക്കളുടെ ഒരു പ്രത്യേകത. ഇത് തന്നെയാണ് പൗലോസിനെ സംഭവിച്ചത്. അപ്പൊ രണ്ടാമത് ഓട്ടം ഓടിയത് ഫുൾ ടീച്ചിങ്. 3, നഷ്ടപ്പെട്ടു പോകുന്ന ജനത്തെക്കുറിച്ചുള്ള ഭാരം. 3 എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് മാത്രമല്ല, യവനന്മാർക്ക്, സകല ജനത്തോടും. യവനന്മാർക്ക് കർത്താവിനെ അറിയാത്തവര്, അവരോട് സുവിശേഷം. യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് ഇതെല്ലാം അറിഞ്ഞിട്ട് വന്നവരാ, എന്നാലും കർത്താവിനെ അറിയത്തില്ല, അവരോടുള്ള. അപ്പം നഷ്ടപ്പെട്ടു പോകുന്നവരോടുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു ഭാരം. എന്തായിരുന്നു പ്രസംഗ വിഷയം നോക്കിയേ? ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും. 2 കാര്യങ്ങളാണ് മെയിൻ. എന്താണ്? ഹി പ്രീച്ച് റിപ്പൻറ്റൻസ് ആൻഡ് സാൽവേഷൻ ത്രൂ ഫെയ്ത്ത്. മാനസാന്തരവും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നമുക്ക് ലഭിക്കുന്ന രക്ഷയും. ഇത് രണ്ടുമാണ് വിഷയം. ഇന്ന് മാനസാന്തരത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ കേൾക്കാറില്ല. പക്ഷെങ്കിൽ പൗലോസിനെ സംബന്ധിച്ചുള്ള 2 കാര്യം: മാനസാന്തരവും വിശ്വാസത്തോടുള്ള രക്ഷ. അപ്പോൾ ഇതാണ് പൗലോസിന്റെ എക്സാമ്പിൾ. പിന്നെന്താണ് കാണുന്നത്? 22 മുതൽ 24. ഇപ്പോൾ ഇതാ, ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങൾ. എപ്പോഴും യെരുശലേമിനെ കുറിച്ച് പറയുമ്പോൾ, അയ്യോ യെരുശലേമിൽ ഞാൻ പോകുമ്പോൾ എനിക്ക് ഇത് വെയിറ്റ് ചെയ്യുന്നു, യെരുശലേമിൽ പ്രശ്നമാണ്. എന്താണ് ഈ പ്രശ്നം? അത് നമുക്ക് അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാം കേട്ടോ. എന്താണ് ഈ യെരുശലേമിൽ കാത്തിരിക്കുന്ന ഈ പ്രയാസവും ഒക്കെ അത് നമുക്ക് കാണാം. യെരുശലേമിലേക്ക് പോകുന്നു, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തു കിടക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ള ഒന്നും ഞാൻ അറിയുന്നില്ല. ഇതാണ് ഏറ്റവും വലിയ പ്രയാസം കേട്ടോ. ഇപ്പം റോമിൽ പോയി തൻ്റെ സ്വന്തം ജീവനെ കൊടുക്കണമെന്നുള്ളത് ആരോഗ്യം പറയും, പ്രൊഫസ് ചെയ്യും. പക്ഷെങ്കിൽ യെരുശലേമിൽ തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന വിഷയം എന്താണെന്ന് പൗലൂസിന് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന എന്നാ ഈ അൺസർട്ടനിറ്റിയാണ്. എന്താന്ന് വെച്ചാൽ ഒന്ന് പറ. നമ്മൾ ചിലരോട് പറയത്തില്ല, എന്താന്ന് വെച്ചാൽ ഒന്ന് അത് പറയാം കേട്ടോ, ഞാൻ പറയാം. ഇല്ല, എന്താന്ന് വെച്ചാൽ ഒന്ന് പറ. പക്ഷെ പൗലൂസിന് പറയുന്നത്, എനിക്കറിയത്തില്ല എനിക്ക് വേണ്ടി എന്താ കാത്തിരിക്കുന്നത്. എന്നാൽ പിന്നെ പറയുന്നത് എന്താ പറയുക? എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായി യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. അപ്പോൾ ഇപ്പൊ പറയാണ്, ഞാൻ അവിടെ എനിക്ക് നേരിടുവാനുള്ള ഒന്നും ഞാൻ അറിയുന്നില്ല. പക്ഷെ ഏതാണ്ടൊക്കെ വലിയ കഷ്ടപ്പെടുക. കാരണം എന്താ? ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുകയാണ്. പൗലോസിന്റെ 4ാമത്തെ ഓട്ടം ഓടുന്നതിന്റെ പ്രത്യേകത, ഹി ലിവ്ഡ് എ ലൈഫ് ഓഫ് സാക്രിഫൈസ്. സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ മുമ്പിൽ കഷ്ടങ്ങൾ മാത്രമാണ് ഉള്ളത് എങ്കിൽ ഞാൻ ഈ ഓട്ടം ഓടുമോ? ഇന്നത്തെ ഉപദേശങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ യാതൊരു കഷ്ടവുമില്ല, യാതൊരു നഷ്ടവുമില്ല, വന്നു കഴിഞ്ഞാൽ പിന്നെ സുഖജീവിതം മാത്രമുണ്ട് എന്ന് പ്രസംഗിച്ച് കേൾക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ പൗലോസ് എന്നാ പറയുന്നറിയോ? എനിക്ക് യെരുശലേമിൽ പോയേ തീരത്തുള്ളൂ. കാരണം ദൈവം എന്നെക്കുറിച്ച് അതാണ് ആഗ്രഹിക്കുന്നത്. യെരുശലേമിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എന്താണ്? റെഡ് കാർപ്പറ്റ് വെൽക്കവും. അവിടെ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് എന്നെ പൊക്കിക്കൊണ്ടുപോകാൻ 10 പേരും ഒന്നുമല്ല. പിന്നെന്താ പറയുന്നത്? അവിടെ എനിക്ക് കഷ്ടതകളാണ് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ഇത്ര വ്യക്തമായ അപ്പോസ്തലൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ഈ ബൈബിൾ വായിക്കുന്നവന്റെ തിയോളജി എന്താ കുഴഞ്ഞു പോകുന്നതെന്നുള്ളത്. അതാണ് ഈ അന്ധത. മനസ്സിലായോ? എങ്ങനെ ഇത്രയും കൺഫ്യൂഷൻ ആയി പോകുന്നു? ഇത്ര വ്യക്തമായ അപ്പോസ്തലൻ പറയാണ്, എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എന്താണ്? ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു. പക്ഷെങ്കിൽ പിന്നെ പറയുന്നത് എന്നാ? പക്ഷെ ഈ കഷ്ടം എന്താണെന്നിട്ട് എനിക്കറിയത്തില്ല. പ്രിയ മക്കളെ, ദൈവമക്കളെ, പലപ്പോഴും ഇങ്ങനെ നമുക്ക് ഈ അൺസർട്ടനിറ്റി ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത്, എന്താണെന്നൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. പക്ഷെങ്കിൽ എന്താണ് പൗലോസ് പറയുന്നത്? എന്താണ് കഷ്ടതകളുണ്ടെന്ന് എനിക്കറിയാം, എന്താണ് കഷ്ടതയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പ്രത്യേകിച്ച്. പക്ഷെ എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എനിക്കൊരു ഉദ്ദേശമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ എനിക്ക് എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം അതെനിക്ക് എനിക്ക് നിവർത്തിക്കണം. എൻ്റെ ഓട്ടവും ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ശുശ്രൂഷയും എനിക്ക് തികയ്ക്കണം. അപ്പോൾ ഒരുപാട് പേര് ഓട്ടം ഓടി തുടങ്ങും. എന്നാൽ ഓട്ടത്തിൽ അവർ ഓട്ടം ഓടി തീർക്കാറില്ല. ഓടിയാൽ തന്നെ സമ്മാനം ലഭിക്കുന്നില്ല. അതിന് നല്ല ഉദാഹരണമാണ് യൂദാസ്. കർത്താവിനോടുകൂടെ ഓടി തുടങ്ങിയതാണ്. പക്ഷെങ്കിൽ ദ്രവ്യാഗ്രഹം മൂലം നഷ്ടപ്പെട്ട് പോയി. ഇത് തന്നെയല്ലയോ പൗലോസിനോട് കൂടെ ചേർന്ന ദേമാസും ഇതുപോലെ പൗലോസിനോട് ഓടാൻ തുടങ്ങിയതാ. പിന്നെന്താ സംഭവിച്ചത്? ദേമാസോ ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ ഈ ലോകത്തെ സ്നേഹിക്കുന്നവന് ദൈവം തനിക്ക് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് അതിന്റെ തെളിവ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹി വാസ് വില്ലിങ് ടു ലിവ് എ ലൈഫ് ഓഫ് സാക്രിഫൈസ്. പ്രിയമുള്ളവർ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു കാര്യം ഞാൻ പറയാം. ഈ സാക്രിഫൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഏത് വിധത്തിലെ സാക്രിഫൈസ് ആണെന്ന് തീരുമാനിക്കുന്ന ഞാനും നിങ്ങളല്ല, കർത്താവാണ് തീരുമാനിക്കുന്നത്. ഏത് ടൈപ്പിലെ സാക്രിഫൈസ്. ചിലർക്ക് വലിയ വീട് കാണും, പക്ഷെ വേറെ ഏതെങ്കിലും ഒരു മേഖലയിലായിരിക്കും കർത്താവ് അവരോട് സാക്രിഫൈസ് ചെയ്ത്. ചിലർ പറയും അവർക്ക് വലിയ വീട് കാണും, പക്ഷെ ആ വീട് വേണ്ടെന്ന് വെക്കുന്നതായിരിക്കും സാക്രിഫൈസ്. അപ്പം നമുക്കറിയത്തില്ല ദൈവം ഏത് വിധത്തിലാണ് സാക്രിഫൈസ് ആഗ്രഹിക്കുന്നത്. പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്ന ഓട്ടം ഓടണമെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു റൺ വിത്തൗട്ട് എ ലൈഫ് ഓഫ് സാക്രിഫൈസ്. അത് മനസ്സിലാക്കണം. ഇതിനകത്ത് നമുക്ക് യാതൊരു ഡൗട്ടും. അപ്പം ഞാൻ ഓക്കെ, എൻ്റെ ജോലി വേണ്ട എന്ന് വെച്ചതുകൊണ്ട് നിങ്ങളെല്ലാം ജോലി വേണ്ടെന്ന് വെക്കുന്നത് അങ്ങനല്ല സാക്രിഫൈസ്. ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ജോലിയോട് വേണ്ടെന്ന് വെക്കാനായിരിക്കും. വേറൊരാളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ജോലിയോട് കൂടെ വേറെ ലെവലിൽ സാക്രിഫൈസ് ചെയ്യാനായിരിക്കും. ചിലരോട് പറയും നിന്റെ പണം നീ സാക്രിഫൈസ് ചെയ്യണമെന്ന് പറയും. ചിലരോട് പറയും നിന്റെ വിദ്യാഭ്യാസം സാക്രിഫൈസ് ചെയ്യണമെന്ന് പറയും. ചിലപ്പോൾ പറയും നിന്റെ സമയം സാക്രിഫൈസ് ചെയ്യണമെന്ന് പറയും. ചിലരോട് പറയും നിന്റെ ജീവൻ നീ സാക്രിഫൈസ് ചെയ്യണം, നീ വന്ന് മരിക്കണം എനിക്ക് വേണ്ടി. ഏത് ടൈപ്പിലെ സാക്രിഫൈസ് ആണെന്ന് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുകൂടാ. പക്ഷെങ്കിൽ ഓട്ടം ഓടണമെങ്കിൽ സാക്രിഫൈസ് ഇല്ലാതെ പറ്റത്തില്ല. അതുകൊണ്ടാണല്ലോ ദാവീദ് ഇപ്രകാരം പറഞ്ഞത്, ചിലവില്ലാത്ത യാഗം ഞാൻ യഹോവയ്ക്ക് അർപ്പിക്കത്തില്ല. ഐ വിൽ നോട്ട് ഓഫർ ടു ദ ലോർഡ് ദാറ്റ് വിച്ച് കോസ്റ്റ് മീ നത്തിങ്. ഇന്ന് പലർക്കും ദൈവത്തിന്റെ ആ ഓട്ടത്തിലേക്ക് കയറണമെന്നുണ്ട്, ദൈവത്തെ സേവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ ചിലവില്ലാത്ത യാഗം എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. പൗലോസ് എന്നാ പറയുന്നേ? ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നു. പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ലെങ്കിൽ പിന്നെ എന്താവശ്യപ്പെട്ടാൽ എന്നാ ഒരു പ്രയാസവും ഇല്ല. അതുകൊണ്ടാണ് കഷ്ടതകളുണ്ടെന്ന് എനിക്കറിയാം. ഏതാ കഷ്ടതയെന്ന് എനിക്കറിയാത്തപ്പോഴും എനിക്കൊരു കാര്യം അറിയാം. എന്താണ്? ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എനിക്കൊരു ഉദ്ദേശമുണ്ട്. കർത്താവ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ഇവിടെ വളരെ വ്യക്തമായി പറയുന്നത്, ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നത് എൻ്റെ ഓട്ടം. പ്രിയമുള്ളവരെ, നമുക്ക് ഓരോരുത്തർക്കും ദർ ഇസ് മൈ റേസ് ടു റൺ. അവൻ്റെ ഓട്ടം എനിക്ക് വിഷയമല്ല, അവൻ്റെ ട്രാക്ക് എനിക്ക് വിഷയമില്ല, അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് വിഷയമില്ല. കർത്താവ് എനിക്ക് വരച്ചിരിക്കുന്ന ട്രാക്കിലാണ് ഞാൻ ഓടുന്നത്. ശുശ്രൂഷയിലായിരിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ, എനിബഡി ഹൂസ് ലിസണിങ് ടു മീ, ഇഫ് യു ആർ ഇൻ മിനിസ്ട്രി, അപ്പുറത്തിരിക്കുന്നവൻ്റെ മിനിസ്ട്രി എനിക്ക് വിഷയമല്ല. അവൻ എങ്ങനെ ഓടുന്നുണ്ടോ, അവൻ ഓടി പകുതി വെച്ച് നിർത്തിയതോ, അവൻ അതിൻ്റെ ഇടയ്ക്ക് വേറെ പരിപാടിക്ക് പോയതോ, അവൻ അതിലൂടെ കാശുണ്ടാക്കും, ഇതൊന്നും എന്നെ സംബന്ധിച്ചോളം വിഷയമല്ല. കർത്താവ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഓട്ടം ഞാൻ ഓടി തീർക്കുമോ? മൈ റേസ് ഇറ്റ്സ് എൻ ഇൻഡിവിജ്വൽ റേസ്. കാരണം നിന്റെ ട്രാക്കിൽ കൂടെ നീ എങ്ങനെ ഓടിയെന്നേ കർത്താവ് എന്നോട് ചോദിക്കത്തുള്ളൂ. മറ്റവൻ്റെ ട്രാക്കിൽ കൂടെ എങ്ങനെ ഓടിയെന്നോ, മറ്റവൻ അവൻ്റെ ട്രാക്കിൽ കൂടെ എങ്ങനെ ഓടിയെന്നുള്ളത് വിഷയമേ അല്ല. എൻ്റെ ട്രാക്കിൽ കൂടെ കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞാൻ ഓടിയോ? എന്തിനു വേണ്ടിയാ? സുവിശേഷം, കൃപയുടെ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി. അപ്പോൾ എന്തായിരിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥന? എങ്കിലും എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്ക് ഉള്ളൂ. ഒറ്റ ഉദ്ദേശം, ഫുൾഫിൽ ദി അസൈൻമെന്റ് ഗോഡ് ഹാസ് ഗിവൺ മീ. ഇന്ന് ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം തന്ന ആ ഒരു ശുശ്രൂഷ നിവർത്തിക്കുന്ന വിധത്തിലാണോ ഓടുന്നത്? Are you running your race such that you will fulfill the mission of God in your life? ഒറ്റ ചോദ്യത്തിലാണ് ഇന്ന് നിർത്താൻ പോകുന്നത്. ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷ നിവർത്തിക്കത്തക്ക വിധത്തിലാണോ ഇന്ന് ഓട്ടം ഓടുന്നത്? ഇല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ഓട്ടത്തെ ഒന്ന് ക്രമീകരിക്കാം. നമുക്കൊന്ന് ക്രമീകരിക്കാം. എങ്ങനെയാണ് നമ്മുടെ ഓട്ടത്തെ ക്രമീകരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ദൈവത്തോടുള്ള ശുശ്രൂഷ, താഴ്മയോടുള്ള ശുശ്രൂഷ. ഗർവികളെ വെറുക്കുന്ന ദൈവം, താഴ്മയെ കടാക്ഷിക്കുന്ന ദൈവം. 2, സഭയോടുള്ള നമ്മുടെ ടീച്ചിങ്. യാതൊരു കാര്യവും പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ ഉള്ളതുപോലെ പറയാം. 3, നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ കുറിച്ചൊരു ഭാരം. 4, ത്യാഗത്തിൻ്റെ ഒരു ജീവിതം. ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എനിക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, കർത്താവിൻ്റെ വേല, കർത്താവിൻ്റെ ശുശ്രൂഷ, കർത്താവ് എനിക്ക് തന്ന നിയോഗം എനിക്കത് നിവർത്തിക്കുകയല്ലാതെ ഞാൻ ഈ ലോകത്തിൽ നിന്ന് പോകരുത്. ആർ വി റണ്ണിങ് ദ റേസ് ഫെയ്ത്ത്ഫുള്ളി? ഇഫ് നോട്ട്, ഇന്ന് രാവിലെ നമ്മുടെ ജീവിതത്തെ ഒന്ന് റീകാലിബ്രേറ്റ് ചെയ്യാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഓൾറൈറ്റ്, സോ റൺ ഇൻ സച്ച് എ വേ ടു വിൻ ദ പ്രൈസ്. എങ്ങനെയാണ് ഓടേണ്ടത്? ഓടിത്തീരുമ്പോൾ ദൈവം തരുന്ന ആ വലിയ പ്രൈസിനായി കാത്തിരിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾക്ക് ഇന്ന് തന്ന ദൈവവചനത്തിനായ സ്തോത്രം, ഞങ്ങളെ എൻകറേജ് ചെയ്തതിനായിട്ട് സ്തോത്രം. പൗലോസിൻ്റെ മാതൃക കർത്താവ് ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വരച്ചു കാട്ടിയിരിക്കുന്നതിനായ സ്തോത്രം. കർത്താവ്, ആ മനുഷ്യൻ എത്രയോ ഫോക്കസ്ഡ് ആയിരുന്നു,
തനിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ദർശനത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ, കർത്താവെ, അനേകർ തൻ്റെ കൂടെ കൂടി പലരും ഇട്ടേച്ചു പോയി. ഇത്രയൊക്കെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും, കർത്താവെ, കള്ള സഹോദരന്മാരിൽ നിന്നുള്ള ആ, ആ, ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചെങ്കിലും കർത്താവെ, ട്രാക്ക് വിടാതെ കർത്താവ് ആഗ്രഹിച്ച വിധത്തിൽ ഓടിയ കർത്താവിൻ്റെ ദാസനായി ഞങ്ങൾ ഇന്ന് രാവിലെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതവും അതുപോലെ ക്രമീകരിക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, നിന്റെ സഭയെ സ്നേഹിക്കാനുള്ള ഒരു കൃപ ഞങ്ങളുടെ ഉള്ളിൽ തരണമേ. നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളെക്കുറിച്ചുള്ള ഒരു വലിയ കൺസേൺ ഞങ്ങൾക്ക് തരണമേ. കർത്താവെ, നിന്റെ വചനം മായം ചേർക്കാതെ പറയാനുള്ള കൃപ. ഒരുപക്ഷെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആയിരിക്കും ഞങ്ങൾ പഠിപ്പിക്കുന്നത്, ഒരുപക്ഷെ ഞങ്ങളുടെ സൺഡേ സ്കൂളിലായിരിക്കും ഞങ്ങൾ പഠിപ്പിക്കുന്നത്, ഒരുപക്ഷെ ഞങ്ങളുടെ ചെറിയ ഫെലോഷിപ്പ് മീറ്റിങ്ങിലായിരിക്കും ഞങ്ങൾ എവിടെ പഠിപ്പിക്കുന്നെങ്കിലും കർത്താവെ, മായം ചേർക്കാതെ പഠിപ്പിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹെൽപ്പ് us to live a life of sacrifice. എല്ലാം ഞങ്ങൾക്ക് നേടണമെന്നുള്ളത് മാത്രമല്ല, കർത്താവ് ആവശ്യപ്പെടുമ്പോൾ എന്തും യാഗപീഠത്തിൻ്റെ മേൽ വെക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. കർത്താവെ, ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു മോഡൽ ഫോളോ ചെയ്യാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു മുഖാന്തരം യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ.